എന്തുകൊണ്ട് അഞ്ചാം തവണയും കേരളത്തിൽ നിപ്പ സ്ഥിരീകരിച്ചു? എങ്ങനെയാണ് അത് കോഴിക്കോട് ജില്ല കേന്ദ്രീകരിച്ച് കൂടുതലായി ആവർത്തിക്കുന്നത്? ഇത്രയും കാലമായിട്ടും ഉറവിടം കണ്ടെത്തുന്നതിൽ എന്തുകൊണ്ട് പൂർണ്ണ വിജയം സാധ്യമാകുന്നില്ല? പഴം തീനി വവ്വാലുകളാണ് വാഹകരെങ്കിൽ അത് മനുഷ്യരിലേക്ക് എങ്ങനെയാണ് പകരുന്നത്? നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് ഇനിയും കണ്ടെത്താൻ കഴിയാത്ത ഒരു ഉറവിടം ഉണ്ട് എന്നാണോ ആവർത്തിച്ചുള്ള ഈ വരവ് നൽകുന്ന സൂചന? സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. എന്തുകൊണ്ട് പിന്നെയും നിപ്പ? ഇപ്പോഴത്തെ നിപ്പ ബാധ തീർത്തും അപ്രതീക്ഷിതമല്ല. ആർക്കും ഏത് സമയത്തും ബാധിക്കാം എന്നൊരു ഭീതി ആരോഗ്യ വകുപ്പിന് ഉണ്ടായിരുന്നു. ആ കണക്കുകളാണ് സ്പോട്ട്ലൈറ്റ് ഇപ്പോൾ പുറത്തുവിടുന്നത്. കഴിഞ്ഞ വർഷം അഥവാ 2023 ഫെബ്രുവരിയിൽ വയനാട്ടിലെ മാനന്തവാടിയിൽ നിന്നും കോഴിക്കോട്ടെ പേരാമ്പ്രയിൽ നിന്നും 100 വവ്വാലുകളുടെ സാമ്പിളുകൾ ശേഖരിച്ചു. കൃത്യമായി പറഞ്ഞാൽ മാനന്തവാടിയിൽ നിന്ന് 52, പേരാമ്പ്രയിൽ നിന്ന് 48. ഈ 100 വവ്വാലുകളിൽ 8 എണ്ണത്തിൽ എലിസ പരിശോധന പോസിറ്റീവായി. അതിൽ 7 എണ്ണം മാനന്തവാടിയിലും 1 എണ്ണം പേരാമ്പ്രയിലും ആയിരുന്നു. 8% വവ്വാലുകളിൽ പോസിറ്റീവായി എന്നത് ജാഗ്രതയുണ്ടാകേണ്ട കണക്കാണ്. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷണം ആവർത്തിച്ചു. ജൂലൈയിൽ വീണ്ടും സാമ്പിൾ ശേഖരിച്ചു. കോഴിക്കോട് മനാശ്ശേരിയിൽ നിന്ന് 41, പേരാമ്പ്രയിൽ നിന്ന് 21, കുറ്റ്യാടിയിൽ നിന്ന് 16 എന്നിങ്ങനെയാണ് ശേഖരിച്ചത്. അതിൽ 18 സാമ്പിളുകളും എലിസ പോസിറ്റീവായി. അതിൽ 16 മനാശ്ശേരിയിൽ ആയിരുന്നു, 2 എണ്ണം പേരാമ്പ്രയിലും. കുറ്റ്യാടിയിലെ സാമ്പിളുകൾ എല്ലാം നെഗറ്റീവായിരുന്നു. ഇതോടെ സെപ്റ്റംബറിൽ പരിശോധന കൂടുതൽ വ്യാപകമാക്കി. കല്ലാട് നിന്ന് 11, തലീക്കരയിൽ നിന്ന് 6, കുറ്റ്യാടിയിൽ നിന്ന് 15, പേരാമ്പ്രയിൽ നിന്ന് 32, സുൽത്താൻ ബത്തേരിയിൽ നിന്ന് 22, മാനന്തവാടിയിൽ നിന്ന് 25 എന്നിങ്ങനെ സാമ്പിളുകൾ ശേഖരിച്ചു. അതിൽ 31 എണ്ണം പോസിറ്റീവായി. ഇത്തവണ പേരാമ്പ്രയിലെ 14 സാമ്പിളുകളും പോസിറ്റീവായിരുന്നു. രോഗവാഹകർ മേഖലയിൽ ഉണ്ട് എന്നതിന് ഇതിനപ്പുറം സ്ഥിരീകരണം ആവശ്യമുണ്ടായിരുന്നില്ല. നിപ വൈറസ് വാഹകരായ വവ്വാലുകൾ കേരളത്തിൽ മാത്രമല്ല ഉള്ളത്. അസമിലും പശ്ചിമ ബംഗാളിലും മറ്റ് നിരവധി സംസ്ഥാനങ്ങളിലും കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ മനുഷ്യരിലേക്ക് പകരുന്നത് സമീപകാലത്ത് കേരളത്തിൽ മാത്രമാണ്. പശ്ചിമ ബംഗാളിലാണ് ആദ്യം നിപ ഇന്ത്യയിൽ സ്ഥിരീകരിച്ചതെങ്കിലും പിന്നീടുള്ള വൈറസ് ബാധ കേരളത്തിൽ മാത്രമായിരുന്നു. ഇതിന് വളരെ പെട്ടെന്ന് ലഭിക്കുന്ന ഒരു ഉത്തരം മറ്റ് സംസ്ഥാനങ്ങളിലെ നിപ സ്ഥിരീകരിക്കപ്പെടാതെ പോകുന്നുണ്ടാകാം എന്നാണ്. സാധാരണ പനി മരണമായി എഴുതിവിടുന്ന ചില മരണങ്ങളെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിപ ആയിരുന്നിരിക്കാനുള്ള സാധ്യതയാണ് കേരളത്തിലെ ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. ഇത് പൂർണ്ണമായും ശരിയാകണമെന്നില്ല. 2019 മാത്രം എറണാകുളത്തൊരാൾക്ക് വൈറസ് ബാധയുണ്ടായി. എന്നാൽ നിപ ബാധയെ തുടർന്ന് ശേഖരിച്ച സാമ്പിളുകൾ രോഗബാധ ഉണ്ടായ സ്ഥലത്ത് നിന്ന് മാത്രമായിരുന്നില്ല. പൂനെ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് 14 സംസ്ഥാനങ്ങളിൽ നിപ പരിശോധന നടത്തി. അതിൽ കേരളവും പോണ്ടിച്ചേരി കേന്ദ്രഭരണ പ്രദേശവും ഉൾപ്പെടെ 9 വൈറസ് സ്ഥിരീകരിച്ചു. പക്ഷേ കേരളത്തിൽ ഇപ്പോഴും എങ്ങനെയാണ് മനുഷ്യരിലേക്ക് പകരുന്നത് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതാണ് ഇത് തടയാൻ കഴിയാത്തതിന്റെ മുഖ്യ കാരണവും. ബംഗ്ലാദേശിൽ നിപ ബാധിച്ചപ്പോൾ വവ്വാലുകളിലും ഈന്തപ്പഴങ്ങളിലും അത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞു. ഈന്തപ്പഴം കഴിച്ച മനുഷ്യർക്കാണ് വൈറസ് ബാധ ഉണ്ടായത് എന്നാണ് അവിടെ കണ്ടെത്തിയത്. മലേഷ്യയിൽ പന്നികളിൽ നിന്നായിരുന്നു അത് പകർന്നത്. അവിടെ പന്നി കർഷകർ വ്യാപകമായി താമസിക്കുന്ന ഗ്രാമത്തിന്റെ പേരായ നിപ്പ തന്നെയാണ് രോഗത്തിനും നൽകിയത്. എന്നാൽ കേരളത്തിലോ? ഇവിടെ വവ്വാലുകളിൽ വൈറസ് കണ്ടെത്തി. പക്ഷേ അത് മനുഷ്യരിലേക്ക് എത്തിയത് ഏത് പഴം വഴിയാണെന്ന് ഇത്രയേറെ മരണങ്ങൾ ഉണ്ടായിട്ടും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആദ്യ വൈറസ് ബാധയിൽ സ്ഥിരീകരിച്ചത് 17 മരണമാണെങ്കിലും രോഗലക്ഷണങ്ങളോടെ മരിച്ചവർ 21 ഉണ്ട്. 2019 2021 ഓരോ ആൾക്കു വീതം മാത്രമാണ് നിപ്പ കണ്ടെത്തിയത്. ആ 2 വർഷങ്ങളിലും മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നത് പിടിച്ചു നിർത്താൻ കഴിഞ്ഞു. അത് വൈറസിന്റെ സവിശേഷ സ്വഭാവം കൊണ്ടുകൂടിയാണ്. ഉറവിടത്തിൽ നിന്ന് മനുഷ്യനിലേക്ക് പകരുന്ന അതേ തീവ്രതയിൽ മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് നിപ്പ പകരില്ല. കോവിഡ് പോലെ വ്യാപകമായി പകരുന്നതല്ല എന്നതുകൊണ്ടാണ്
കൂടുതൽ മനുഷ്യരിലേക്ക് എത്താതെ നിയന്ത്രിക്കാൻ കഴിയുന്നത്. പക്ഷേ മനുഷ്യരിലേക്ക് എത്തുന്ന ആ വഴി കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനിയുള്ള കാലവും നമുക്ക് ഭീതി ഒഴിയില്ല. ഇത്തവണയെങ്കിലും ഗവേഷകർക്ക് വൈറസ് വഴി കണ്ടെത്താൻ കഴിയട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ച് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയവുമായി. നമസ്കാരം.